നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റാൻ പറ്റുമോ? അതായത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണോ നമ്മുടെ ജീവിതം മാറുന്നത്? അതെ എന്നാണ് ജോയൽ ഓസ്റ്റിന്റെ ദ അബൻഡൻസ് മൈൻഡ്സെറ്റ് എന്ന പുസ്തകം പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചിത്രങ്ങളില്ലേ, അതാണ് നമ്മുടെ പുറത്തുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഇതിലെ പ്രധാന ആശയം. അപ്പോൾ ഈയൊരാശയം എങ്ങനെയാണ് നമ്മുടെയൊക്കെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? അപ്പോൾ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെയാണ്. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നൊരു ചോദ്യം: നിങ്ങളുടെ ചിന്താരീതിയല്ലേ നിങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഈ ലിമിറ്റേഷനൊക്കെ ഒരുപക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഈയൊരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. അതായത്, നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാൻ നിങ്ങൾ അനുവദിക്കുന്ന ചിത്രങ്ങളില്ലേ, അതുതന്നെയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ഒരു ആർക്കിടെക്റ്റിനെ പോലെ കാണാം. നമ്മൾ എങ്ങനെയുള്ളൊരു ജീവിതം പണിയണമെന്നതിന്റെ ബ്ലൂ പ്രിന്റ് കിടക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ്. നിങ്ങൾ തന്നെ ഒരു വിജയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ച് മാറും. പക്ഷെ നേരെ മറിച്ച് മനസ്സിൽ മുഴുവൻ പരാജയത്തിന്റെ ചിത്രമാണെങ്കിലോ, സ്വാഭാവികമായും ജീവിതം ആ ഒരു ഡിറക്ഷനിലേക്ക് നീങ്ങിത്തുടങ്ങും. ഇതൊരു ഭയങ്കര പവർഫുൾ ഐഡിയ ആണ് കേട്ടോ. അതായത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്ന ആ ചിത്രങ്ങളില്ലേ, നിങ്ങളുടെ വിഷൻ, അത് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതുമാത്രമല്ല, അത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്കും കടന്നു ചെല്ലും. നിങ്ങൾ മനസ്സിലെപ്പോഴും കാണുന്ന ആ ഒരു ചിത്രം പതിയെ പതിയെ നിങ്ങളുടെ ഉപബോധ മനസ്സിലങ്ങ് പതിഞ്ഞു പോകും. പിന്നെന്താ സംഭവിക്കാന്നോ? ഒരു കാന്തം പോലെ നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് വലിച്ചെടുപ്പിക്കാൻ തുടങ്ങും. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ടങ്ങ് മാറും. അപ്പോൾ ഇവിടെ രണ്ട് തരം ശക്തികളുണ്ട്. ഒന്ന് നമുക്ക് എതിരെ പ്രവർത്തിക്കുന്നത്, മറ്റൊന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ബലഹീനതയുടെയും തോൽവിയുടെയും ചിത്രങ്ങളാണെങ്കിൽ ജീവിതം എപ്പോഴും ഒരു ഒഴുക്കിനെതിരെ നീന്തുന്നതുപോലെ തോന്നും, അല്ലേ? ഒരു തീരാത്ത പോരാട്ടം. എന്നാൽ നേരെ മറിച്ച് മനസ്സിൽ മുഴുവൻ പോസിറ്റീവ് ചിത്രങ്ങളാണെങ്കിലോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും ശക്തനാണെന്നും വിജയിയാണെന്നുമുള്ള ചിത്രങ്ങളാണെങ്കിൽ ജീവിതം ഒഴുക്കിനൊപ്പം സുഖമായി പോകുന്ന പോലെ തോന്നും. വിജയത്തിലേക്ക് സ്വാഭാവികമായി നിങ്ങളങ്ങ് ആകർഷിക്കപ്പെടും. മെലിഞ്ഞ ആടാണോ അതോ തടിച്ച കാളക്കുട്ടിയാണോ? നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റഫറാണിത്. നമുക്ക് തിരഞ്ഞെടുക്കാൻ രണ്ട് തരം മൈൻഡ്സെറ്റുണ്ട്. ഒന്ന് ഇല്ലായ്മയുടേത്, രണ്ട് സമൃദ്ധിയുടേത്. നിങ്ങളിതിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? നോക്കൂ, മെലിഞ്ഞ ആടിന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ചുമുള്ള ചിന്തയാണ്. അയ്യോ, ഇത് മതിയാവില്ലല്ലോ എന്ന ടെൻഷൻ. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഒരു പരിപ്പും ചോറും കഴിച്ചൊതുങ്ങിക്കൂടാം എന്ന ലൈൻ. എന്നാൽ തടിച്ച കാളക്കുട്ടിയുടെ മാനസികാവസ്ഥയോ, അത് കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന വിശ്വാസം, ഒരു വലിയ സദ്യ തന്നെ പ്രതീക്ഷിക്കുന്നൊരു മനോഭാവം. ഇതൊരു ചെറിയ വ്യത്യാസമല്ല കേട്ടോ, നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മാറ്റാൻ കഴിവുള്ള ഒരു ചോയ്സാണിത്. അപ്പോൾ ഈ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള യാത്രയെ പുസ്തകത്തിൽ 3 സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കഷ്ടിച്ച് തികയുന്ന നാടാണ്. അതായത്, അടിമത്തം, എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്തു പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കഷ്ടിച്ച് മതിയെന്ന നാട്, മരുഭൂമി പോലെ, ആവശ്യങ്ങളൊക്കെ നടന്നു പോകും, പക്ഷേ എക്സ്ട്രാ ഒന്നുമില്ല. പക്ഷെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പുണ്ട്, ആവശ്യത്തിനധികമുള്ള നാട്, വാഗ്ദത്ത ഭൂമി, എല്ലാം കവിഞ്ഞൊഴുകുന്നൊരിടം. പലരും ആദ്യത്തെ 2 സ്റ്റെപ്പുകളിൽ നിന്ന് സ്റ്റക്കായി പോവും. പക്ഷെ ഓസ്റ്റിൻ പറയുന്നത് ദൈവം നമ്മളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണെന്നാണ്. ഈയൊരു പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമെന്ന് പറയുന്നത് എൽ ഷദ്ദായിയാണ്. അതായത് ആവശ്യത്തിലധികം നൽകുന്നവൻ, അല്ലാതെ കഷ്ടിച്ച് തികച്ചു തരുന്നയാളോ അല്ലെങ്കിൽ എന്നെ ഇതിലൂടെ ഒന്ന് കടത്തിവിട്ടാൽ മതിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹായിക്കുന്നയാളോ അല്ല. ഈയൊരു ചിന്ത നമ്മുടെ ലക്ഷ്യങ്ങളെ മൊത്തത്തിൽ മാറ്റാൻ സഹായിക്കും, അല്ലേ? വെറുതെ സർവൈവ് ചെയ്യുക എന്നതിനപ്പുറം ഒരു സമൃദ്ധമായ ജീവിതം നമുക്ക് സാധ്യമാണെന്ന് വിശ്വസിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന ചിന്തയിൽ നിന്ന് ആവശ്യത്തിലധികമുള്ളൊരു ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് മാറാൻ ഈയൊരു ചിന്ത നമ്മളെ ശരിക്കും സഹായിക്കും. ഒരൊറ്റ അനുകൂലമായ സ്പർശനം, അതിന് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് മാറ്റാൻ കഴിയുമോ? കഴിയും. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ജോലിക്കായി അപേക്ഷിച്ച ഒരൊറ്റ അമ്മയുടെ കഥ. ഒരു ചെറിയ സംഭവം അവരുടെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നമുക്ക് നോക്കാം. കഥ ഇങ്ങനെയാണ്. ഒരൊറ്റയമ്മ മക്കളുടെ കോളേജ് പഠിപ്പിന് പണം കണ്ടെത്താൻ ഒരു ജോലിക്ക് അപേക്ഷിച്ചു. ഒരു 5 മിനിറ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റിനിടയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ശ്രദ്ധ ഒന്ന് മാറി. അയാൾ അവരോട് ടൈപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവർ ടൈപ്പ് ചെയ്യുന്നത് നിർത്തിയില്ല. 10 മിനിറ്റ് മുഴുവൻ ടൈപ്പ് ചെയ്തു. അവസാനം എന്തായി? അവരുടെ സ്കോർ ഇരട്ടിയായി. അവർക്ക് ആ ജോലി കിട്ടി. റിസൾട്ട് എന്താണെന്നറിയാമോ?
അവരുടെ 3 മക്കൾക്കായി $700,000 വില വരുന്ന സൗജന്യ വിദ്യാഭ്യാസം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഇന്റർവ്യൂവറുടെ ഒരു ചെറിയ ശ്രദ്ധ മാറൽ കാരണം അവരുടെ ജീവിതം തന്നെ മാറിപ്പോയി. ഇതാണ് പുസ്തകത്തിൽ പറയുന്ന ആവശ്യത്തിലധികമുള്ള അനുഗ്രഹം. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. അപ്പോൾ നമുക്കിനി പ്രതീക്ഷകളുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകളെ ഒന്നുയർത്തേണ്ട സമയമായി. കാരണം പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രതീക്ഷകൾ വെറും ആഗ്രഹങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരു ആക്റ്റീവ് ഫോഴ്സാണ്. ഈയൊരു ആശയം മനസ്സിലാക്കാൻ നല്ലൊരു കഥയുണ്ട്. ചീസും ക്രാക്കറുകളും കഴിക്കുന്ന ഒരാളുടെ കഥ. സംഭവം ഇതാണ്. ഒരു വലിയ കപ്പലിൽ യാത്ര ചെയ്യാൻ വേണ്ടി വർഷങ്ങളോളം പൈസ സ്വരുക്കൂട്ടിയ ഒരാൾ. അവസാനം അയാൾ ടിക്കറ്റ് എടുത്ത് കപ്പലിൽ കയറി. പക്ഷേ യാത്രയിലുടനീളം അയാൾ തന്റെ മുറിയിൽ തന്നെ ഇരുന്നു. ബാഗിൽ കരുതിയിരുന്ന കുറച്ച് ചീസും ക്രാക്കറുകളും കഴിച്ച് വിശപ്പടക്കി. യാത്രയുടെ അവസാന ദിവസം ഒരു ജീവനക്കാരൻ അയാളോട് ചോദിച്ചു, "നിങ്ങളെന്താ ഡൈനിങ് ഹാളിലേക്ക് വരാത്തത്?" അപ്പോൾ അയാൾ പറഞ്ഞു, "എന്റെ കയ്യിൽ ടിക്കറ്റിനുള്ള പൈസയേ ഉണ്ടായിരുന്നുള്ളൂ." അപ്പോൾ ആ ജീവനക്കാരൻ പറഞ്ഞ മറുപടിയാണ് രസകരം. "സർ, ടിക്കറ്റിന്റെ വിലയിൽ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പണം ഇതിനകം അടച്ചിട്ടുണ്ട്." എന്തൊരവസ്ഥയാണല്ലേ! ആ വലിയ കപ്പലിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം തനിക്ക് ഫ്രീ ആണെന്ന് അയാൾ അറിഞ്ഞതേയില്ല. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ഇതുപോലെയാണ്. നമുക്കുവേണ്ടി ഒരുക്കിവെച്ചിട്ടുള്ള എത്രയോ അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ചറിയാതെ നമ്മൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. അപ്പോ ഒരു നിമിഷം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതം എന്ന ടിക്കറ്റിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ചീസും ക്രാക്കറുകളും കൊണ്ട് തൃപ്തിപ്പെടുന്നത്? നിങ്ങൾക്ക് കിട്ടേണ്ട ഏതൊക്കെ അവസരങ്ങളെയാണ് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത്? ഇതിനൊരു സൈക്കോളജിക്കൽ കാരണം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും. ഇതിനെ നെഗറ്റിവിറ്റി ബയസ് എന്നൊക്കെ പറയും. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് പോലെയാണിത്. മോശം അനുഭവങ്ങൾ നമ്മൾ കൂടുതൽ ഓർത്തുവെക്കും. അതുകൊണ്ട് ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഒന്ന് ശ്രമിക്കണം. ഒരു ടിവിയുടെ ചാനൽ മാറ്റുന്നതുപോലെ നമ്മുടെ ചിന്തകളുടെ ചാനലും നമ്മൾ തന്നെ മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ 2 ചാനലുകളുണ്ട്. ഒന്ന് നെഗറ്റീവ് ചാനൽ. അത് നിങ്ങളുടെ പഴയ വേദനകളും തോൽവികളും വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. പഴയ മുറിവുകൾ വീണ്ടും തുറക്കും. നിങ്ങളെ ഭൂതകാലത്തിൽ തന്നെ തളച്ചിടും. എന്നാൽ മറ്റൊന്നുണ്ട്, വിജയത്തിന്റെ ചാനൽ. അത് നിങ്ങളുടെ പഴയ വിജയങ്ങളും നേട്ടങ്ങളും വീണ്ടും കാണിക്കും. അത് നിങ്ങൾക്ക് വിശ്വാസവും പ്രോത്സാഹനവും തരും. ഭാവിക്ക് വേണ്ടി നിങ്ങളെ തയ്യാറാക്കും. ഓർക്കുക, ഇതിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾക്കുള്ള ഒരു കാന്തമായി മാറാൻ കഴിയുക? എങ്ങനെ നമ്മുടെ ആകർഷണശക്തി വർദ്ധിപ്പിക്കാം? പുസ്തകത്തിന്റെ അവസാന ഭാഗം സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണ് കൽപ്പിക്കപ്പെട്ട അനുഗ്രഹം. എന്താണിത്? നിങ്ങളുടെ ജീവിതം ഒരു കാന്തമായി മാറുന്ന അവസ്ഥയാണിത്. അത് ശരിയായ ആളുകളെ, നല്ല അവസരങ്ങളെ, നല്ല ആശയങ്ങളെ, വിഭവങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളിവയുടെ ഒന്നും പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ ഇതെങ്ങനെ സാധിക്കും? ഇതിന്റെ രഹസ്യം വളരെ ലളിതമാണ്. വിഭവങ്ങളെ തേടിപ്പോകരുത്, പകരം ദാതാവിനെ തേടുക. അതായത് അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിനു പകരം ആ അനുഗ്രഹങ്ങൾ നൽകുന്ന ശക്തിയെ, അതായത് ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് അനുഗ്രഹങ്ങൾ, സ്വാഭാവികമായി നിങ്ങളെ പിന്തുടർന്നുകൊള്ളും. ഇതിനൊരു ഉദാഹരണമായി ഇന്ത്യയിലുള്ള ഒരു പാസ്റ്ററുടെ കഥ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ അയൽക്കാരന് 10 പശുക്കളുണ്ടായിരുന്നു. ഈ 10 പശുക്കളും എപ്പോഴും വേലിചാടി പാസ്റ്ററുടെ പറമ്പിലേക്ക് വരുമായിരുന്നു. ഇതൊരു സ്ഥിരം ശല്യമായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ അയൽവാസി വന്നിട്ട് ഈ 10 പശുക്കളെയും ആ പാസ്റ്റർക്ക് അങ്ങ് സമ്മാനമായി കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയകരമായ ഡെയറി ഫാം ബിസിനസിന്റെ തുടക്കം. കണ്ടില്ലേ, അദ്ദേഹം പശുക്കളെ തേടിപ്പോയില്ല, പശുക്കൾ അദ്ദേഹത്തെ തേടി വന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ കാന്തത്തിന്റെ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം? അതിനുള്ള ചില പ്രായോഗിക വഴികൾ നോക്കാം. ഒന്നാമതായി, നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നത് നിർത്തുക. പിന്നെ വലുതായി സ്വപ്നം കാണുക, വലുതായി വിശ്വസിക്കുക, വലുതായി പ്രാർത്ഥിക്കുക. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക. ഏറ്റവും പ്രധാനമായി, വിഭവങ്ങളെയല്ല ദാതാവിനെ തേടുക. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതമാകുന്ന ആ കാന്തത്തിന്റെ പവർ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇത് വെറുമൊരു ചിന്തയല്ല, ഇതൊരു പ്രവൃത്തിയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സമൃദ്ധിയും അനുഗ്രഹങ്ങളും എങ്ങനെ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചാണ്, അല്ലേ? എന്നാൽ ഇവിടെയാണ് പുസ്തകം നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റുന്നത്. നിങ്ങൾ വെറും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെയുള്ളത്. നിങ്ങൾ മറ്റൊരാൾക്ക് സംഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് നിങ്ങളുടെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്നത്? ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമൃദ്ധി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ഉപകരണം കൂടിയാണ്. നിങ്ങളുടെ ഒരു ചെറിയ സഹായം, ഒരു നല്ല വാക്ക്, ഒരു പ്രോത്സാഹനം, ഒരുപക്ഷേ ഇതൊക്കെയാവാം മറ്റൊരാൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം. അപ്പോ ആരാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്?